CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുകയാണ്. വെള്ളിയാഴ്ചയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. കൊച്ചി സ്മാർട്ട് സിറ്റി വിവാദത്തിൽ പാർട്ടി വിശദീകരണം നൽകിയേക്കും. ഏരിയ സമ്മേളനങ്ങളുടെ പുരോഗതി സെക്രട്ടേറിയറ്റ് വിലയിരുത്തും. സമ്മേളനങ്ങൾക്കിടെ നേതാക്കൾ പാർട്ടി വിടുന്നതും അണികൾക്കിടയിലെ അസംതൃപ്തിയും യോഗത്തിൽ ഉന്നയിക്കപ്പെടാനും സാധ്യതയുണ്ട്. വിനീഷ് വിവരങ്ങളുമായി ചേരുന്നു. കൃഷ്ണരാജ്, പാർട്ടിയിലെ പ്രമുഖർ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം. ഏരിയ സെക്രട്ടറിമാർ, അതെ, അത് ഓർക്കണം. ഏരിയ സെക്രട്ടറിമാർ എന്ന് വെച്ചാൽ ആ പാർട്ടിക്കുള്ളിൽ വലിയൊരു പദവിയാണ്. അതെ, ആ പദവി ഉപേക്ഷിച്ച് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരൊക്കെ പാർട്ടി വിട്ടുപോവുകയാണ്. അണികളിൽ പ്രശ്നമുണ്ട്. പല ജില്ലകളിലും തമ്മിലടിക്കുന്നു, ഏറ്റുമുട്ടുന്നു. ആലപ്പുഴയിൽ വലിയ പ്രതിസന്ധിയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ആലപ്പുഴയിൽ വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെ പലയിടത്ത് വിമതർ പ്രത്യേക യോഗം ചേരുന്നു, പ്രത്യേക ഓഫീസ് തുറക്കുന്നു. കൊഴിഞ്ഞാമ്പാറയിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ഒരു സമ്മേളന കാലം CPM-നെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് തന്നെയാവും ഇന്നത്തെ പ്രധാന ചർച്ചയും, അല്ലേ വിനീഷ്? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അത്തരത്തിൽ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. യോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരിക എന്ന് പറയുന്നത് പാർട്ടി സമ്മേളനങ്ങൾ തന്നെയാണ്. പാർട്ടി സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ പോലും വലിയ വിമർശനങ്ങൾ അണികൾക്കിടയിൽ നിന്ന് സർക്കാരിനെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ ഇന്ന് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും, സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത് നേതാക്കളുടെ കൊഴിഞ്ഞോക്ക്, പ്രത്യേകിച്ച് പാർട്ടി അണികളായിരുന്നു ഒരു കാലഘട്ടത്തിൽ CPM-ൽ നിന്ന് കൊഴിഞ്ഞു പോയതെങ്കിൽ ഇപ്പോൾ നേതാക്കൾ CPM-ൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു, മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് BJP-യിലേക്ക് CPM നേതാക്കൾ കൂട്ടത്തോടെ എത്തുന്നു എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ തന്നെ അടക്കം പറച്ചിലുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ടീകോം വിവാദം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലും വിവാദങ്ങളിലേക്ക് പെടുന്ന തരത്തിലേക്കും സർക്കാർ നീങ്ങുകയാണ്. പ്രത്യേകിച്ച് കൊച്ചി സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം, കൊച്ചി സ്മാർട്ട് സിറ്റി വിഷയത്തിൽ ഇന്ന് ഒരുപക്ഷെ ചർച്ച നടന്നിരിക്കും. കാരണം പാർട്ടി നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അതിനുശേഷം സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ ഒരുപക്ഷെ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ വിശദീകരണം നൽകാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കാരണം നിലവിലെ സാഹചര്യത്തിൽ നേതാക്കൾ നാളെ PB യോഗം ഡൽഹിയിൽ ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ വിശദീകരണം ഉണ്ടാകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. നിലവിൽ പാർട്ടി അണികൾക്കിടയിൽ ഈ കൊച്ചി സ്മാർട്ട് സിറ്റി വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അതിൽ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് സംബന്ധിച്ചുള്ള കാര്യത്തിലും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യാനാണ് സാധ്യത. ഒപ്പം തന്നെ നേതാക്കൾ കൊഴിഞ്ഞു പോകുന്ന വിഷയങ്ങൾ, പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നു, സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. ഇത്തരം കാര്യങ്ങളായിരിക്കും ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയ്ക്ക് വഴിവെക്കുക. 9:30 സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിക്കും. അപ്പോൾ നമുക്ക് 9 മണി വാർത്തയിൽ ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്.